നമസ്തേ. ഓം നമ ശിവായ. ശരയോഗവിദ്യ അഭ്യസിക്കുന്ന പഠിതാക്കൾക്ക് അവരുടെ ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചില മെത്തേഡുകളാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത്. ശരയോഗം അഭ്യസിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളതിൽ സമർപ്പണം ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ജഗദീശ്വരൻ്റെ ഗുരുപരമ്പരകളുടെ പാദങ്ങളിൽ ശരയോഗ ധ്യാന പരിശീലനത്തിൻ്റെ ഫലങ്ങളെ സമർപ്പിക്കുന്നു. ശരയോഗത്തിലൂടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ ഊർജ്ജസ്വലതയും ആരോഗ്യവും ആനന്ദവും എന്നിൽ നിറയട്ടെ. ഇത് സങ്കല്പ സൂത്രമെന്നോ സങ്കല്പ മഹാസാധനയെന്നോ പറയുന്നു. അതായത് നമ്മൾ തന്ത്രശാസ്ത്രത്തിലൊക്കെയാണ് അത് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. തന്ത്രയിലെ ഒരു പരിശീലനം തുടങ്ങും മുമ്പ് എന്തിനാണ് നമ്മൾ ഈ പരിശീലനം ചെയ്യുന്നതെന്ന് ആദ്യം സങ്കല്പിക്കും. നമ്മൾ പ്രോഗ്രാം ചെയ്യും എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ ശരയോഗം തുടങ്ങുമ്പോഴും അങ്ങനെയാണ്. ജഗദീശ്വരൻ്റെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹത്തോടെ, ജഗദീശ്വരൻ്റെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ശരയോഗ പരിശീലനത്തിന് എനിക്കുണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്, അറിയാലോ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈശ്വരനോട്, ഗുരുക്കന്മാരോട് ഇത് ചെയ്യുന്നതിനുള്ള അനുവാദം വാങ്ങിക്കുകയാണ്. അവസാനം നമ്മൾ പറയുന്നു, ഈ പരിശീലനത്തിലൂടെ നമുക്ക് ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ ഊർജ്ജസ്വലത, ആരോഗ്യം, ആനന്ദം ഉണ്ടാകട്ടെ. എല്ലാ പരിശീലനങ്ങളും നമ്മൾ ചെയ്യുന്നത് ശാരീരികമായ ഊർജ്ജസ്വലതയ്ക്കും മാനസികമായിരിക്കുന്ന ആരോഗ്യത്തിനും ബൗദ്ധികാരോഗ്യത്തിനും ഒപ്പം ആത്മീയമായ ആനന്ദത്തിനും വേണ്ടിയാണ്. നമ്മളെല്ലാവരും സുഖം കാക്ഷിക്കുന്നവരാണ്, അല്ലേ? സുഖമായി ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, രോഗങ്ങളില്ലാത്ത ശരീരമായി ജീവിക്കണം, മാനസിക ടെൻഷൻ ഇല്ലാതെ ജീവിക്കണം, ബുദ്ധി നല്ല ഷാർപ്പായിരിക്കണം, ഈശ്വരീയമായ അനുഭവങ്ങളും അനുഭൂതികളും സദാ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇതെല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. സുഖം തേടാത്തവരായി ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരയോഗ പോലെയുള്ള പരിശീലനങ്ങൾ പൗരാണിക ഭാരതീയ പാരമ്പര്യത്തിലെ ഏറ്റവും ഉന്നതമായ കുണ്ഡലിനി യോഗ രഹസ്യത്തിലെ വിദ്യകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വിദ്യ, ഇത് ശരയോഗവുമായിട്ട് കണക്റ്റഡ് ആണ്. യഥാർത്ഥത്തിൽ ശരയോഗം പോലെയുള്ള കുണ്ഡലിനി യോഗ മെത്തേഡുകളിൽ നിന്നിട്ടാണ് ഇന്നത്തെ ആധുനിക സൈക്കോളജിയുടെ മേഖലയിൽ, അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന പല വിദ്യകളും പൗരാണിക ഭാരതത്തിൻ്റെ യോഗശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും പറയുന്ന വിദ്യകളാണ്. അതാണ് തന്ത്രയിൽ ഒരു ഉപാസന ചെയ്യും മുമ്പ് സങ്കല്പം ചെയ്യും. ഉപാസന പൂർത്തിയായതിനു ശേഷം ആ ദേവതയുടെ അനുഗ്രഹത്താൽ ആ കാര്യം നടന്നതായിട്ട് നമ്മൾ കാണും, അനുഭവിക്കും. അപ്പം അത് പൂർത്തിയാകും എന്നുള്ളതാണ് പറയാം. കാരണം നമ്മുടെ ഓരോ ചിന്തകൾക്ക് പിന്നിലും ഊർജമുണ്ട്. ആ ഊർജം എന്ന് പറയുന്നത് അതിശക്തമായ പ്രാണോർജമാണ്. വെറുതെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ എല്ലാം നമ്മളിലേക്ക് വരില്ല. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, എനിക്ക് ലോട്ടറി അടിക്കണം, എനിക്ക് ലോട്ടറി അടിക്കണം, എനിക്ക് ലോട്ടറി അടിക്കണം. ഇങ്ങനെ ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ ലോട്ടറി അടിക്കില്ല. ലോട്ടറി എടുത്തു വെച്ചിട്ട് വേണ്ടേ ലോട്ടറി അടിക്കണം എന്ന് പറയാൻ? വേണ്ടേ? ലോട്ടറി എടുക്കാതെ എനിക്ക് ലോട്ടറി അടിക്കണം, എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുമോ? ഇല്ല. കർമ്മത്തോടൊപ്പം മാനിഫെസ്റ്റേഷൻ വരുമ്പോഴാണ്, പ്രവൃത്തിയോടൊപ്പം മാനിഫെസ്റ്റേഷൻ വരുമ്പോഴാണ് അത് വിജയിക്കുക. അല്ലാതെ വെറുതെ സങ്കല്പിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളിലേക്ക് വരില്ല. ഇനി നിങ്ങളൊരു ഉന്നതനായൊരു ഋഷിയാണ്, അല്ലെങ്കിൽ കുണ്ഡലിനി ശക്തി പൂർണ്ണമായും പരിപക്വമായ ഒരാളാണ്, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ ഒരുപാട് പുണ്യങ്ങളുമായി വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന മാത്രമേ ഏത് കാര്യങ്ങളും നടക്കും. അതാണ് ഋഷികൾക്ക് നിഗ്രഹാനുഗ്രഹ ശക്തികളൊക്കെ ഉണ്ട്. അവരങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അവരൊരു വരം നൽകിയാൽ അത് അപ്പോൾ തന്നെ സാധിക്കും. അവർ ഈ മാനിഫെസ്റ്റേഷൻ്റെ പൂർണ്ണതയിലെത്തിയവരാണ്. അവർ ഇച്ഛിക്കുന്ന മാത്രയിൽ പ്രപഞ്ചം അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം തരും. അപ്പം നമ്മൾ അതിലേക്കുള്ള പുരോഗതിയിലാണ്, അതിലേക്കുള്ള പ്രയാണത്തിലാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ പദം മുതൽ പരിചയപ്പെടാം. ഏത് കാര്യം പഠിക്കുമ്പോഴും അങ്ങനെയാണ്. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് നമ്മളതിൻ്റെ പഠന രീതി. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം, മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് ആംഗലേയ ഭാഷയിലെ വാക്കാണ്, ഇംഗ്ലീഷിലുള്ള വാക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മളത് മലയാളത്തിലേക്ക് വരുമ്പോൾ പറയുക? സാക്ഷാത്കരിക്കുക. സാക്ഷാത്കരിക്കുക എന്നൊരു അർത്ഥം അതിന് പറയാറുണ്ട്. സാക്ഷാത്കരിക്കുക.
ഒരാഗ്രഹമോ ലക്ഷ്യമോ യാഥാർത്ഥ്യമായി മാറുന്നതിനെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും നല്ല, ഇംഗ്ലീഷിലെ ആ പദത്തിൻ്റെ ഏറ്റവും നല്ല മലയാള പദം സാക്ഷാത്കാരം എന്നുള്ളതാണ്. പ്രകടമാക്കൽ എന്നൊരർത്ഥം അതിനുണ്ട്. എന്തെങ്കിലും ഒന്നിനെ പുറത്തേക്ക് കൊണ്ടുവരിക, ദൃശ്യമാക്കുക തുടങ്ങിയ അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. ആവിഷ്കരിക്കുക, ഉള്ളിലുള്ള ഒരു കാര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയ ആവിഷ്കാരം എന്നും പറയാറുണ്ട്. തെളിയിക്കുക, ദൃശ്യമാക്കുക എന്നുള്ളൊരു അർത്ഥവും ഈ മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിന് പറയാറുണ്ട്. അപ്പോൾ സാക്ഷാത്കാരം എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായ വേർഡിൻ്റെ മീനിങ്. പിന്നെ പ്രകടമാക്കൽ എന്നൊരു അർത്ഥം അതിന് പറയാം, ആവിഷ്കരിക്കുക എന്നൊരർത്ഥം പറയാം, ദൃശ്യമാക്കുക, തെളിവാക്കുക, തെളിയിക്കുക തുടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങളിലൊക്കെ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ശരിക്കും എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വന്തം ചിന്തകൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ വികാരങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവയെ മാനസികമായ ഏകാഗ്രതയിലൂടെ, മനസ്സിൻ്റെ ശ്രദ്ധ കൊടുത്തിട്ടുള്ള ആ ഏകാഗ്രതയിലൂടെ, അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നൊരു പ്രക്രിയയാണ്, ഒരു ടെക്നിക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഇന്ന് ആധുനിക കാലത്ത് ഇത് പഠിപ്പിക്കുന്നവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന രീതിയിൽ പറയാറുണ്ട്. ആകർഷണ നിയമം എന്ന് പറയും. അതായത് എന്താണോ, എന്തിനെക്കുറിച്ചിട്ടാണോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, തീവ്രമായി ചിന്തിക്കുന്നത്, അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ. എന്തിനെ പറ്റിയാണോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ഇമോഷണലി തേടുന്നത്, അത് നമ്മളിലേക്ക് വരും. ഈ മാനിഫെസ്റ്റേഷൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മളുടെ മനസ്സിനെ പറ്റി മനസ്സിലാക്കണം. കാരണം മാനിഫെസ്റ്റേഷൻ നടക്കുന്ന ആദ്യ തലം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണോ? കൈ പോലെ, കാല് പോലെ, മൂക്ക് പോലെ, ചെവി പോലെ കാണാൻ പറ്റുന്ന ഒന്നല്ല മനസ്സ് എന്ന് പറയുന്നത്. അത് സൂക്ഷ്മമായൊരു വസ്തുവാണ്. ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ ഇവയുടെ സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ് എന്ന് പറയും. നമുക്ക് ചിന്തകളുണ്ട് അല്ലേ, ഒരുപാട് ചിന്തകളുണ്ട്, പലതിനെയും പറ്റി നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ക്ലാസ് കേൾക്കുന്നതിനിടയിലും നിങ്ങൾ പല കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ബോധ മനസ്സിൻ്റെ തലമാണ്, കോൺഷ്യസ് മൈൻഡാണ്. ഉപബോധ മനസ്സുകൊണ്ട്, അവബോധ മനസ്സുകൊണ്ട്, അതീത മനസ്സുകൊണ്ട്. ചിന്തകൾ ബോധ ഉപബോധ മനസ്സിൽ നിന്നാണ് പുറപ്പെടുക, അത് നമുക്ക് പറയാം. അപ്പം ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും, ആഗ്രഹം എന്താ? എനിക്കിത് വേണം. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു അല്ലേ. ഇനി ബസ് കിട്ടുമോ, അങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കുമോ, ഇന്നലെ എന്താണ് സംഭവിച്ചത്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ പല പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് വരിക. അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് നടക്കുന്ന നമ്മൾ ആ റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് കട നമ്മൾ കാണുന്നു ഉദാഹരണത്തിന്. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ജ്യൂസ് കട കണ്ടു. അപ്പോൾ ജ്യൂസ് കട നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നു, ഒരു ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം. വൈറ്റമിൻ എ ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒരു ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം. അപ്പോൾ ഈ ആഗ്രഹം ശക്തമാണ്, ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം എന്നുള്ളൊരു ചിന്തയാണ്. ഇനി അത് അത്ര തീവ്രമല്ലെങ്കിൽ നമ്മൾ എന്നാൽ പിന്നെ അവിടെ എന്ന് പറഞ്ഞ് പോകും. മറിച്ച് ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ശക്തമാകും. ആവർത്തിക്കപ്പെടുന്ന ചിന്തകൾ, ശക്തമാകുന്ന ചിന്തകൾ ആഗ്രഹമാവുകയും ആഗ്രഹങ്ങൾ തീവ്രമാകുമ്പോൾ അത് വികാരമാവുകയും ചെയ്യും. അപ്പം ചിന്തയാണ് തുടക്കം, അത് തീവ്രമാകുമ്പോൾ ആഗ്രഹമാകും, ആഗ്രഹം തീവ്രമാകുമ്പോൾ എന്താകും? നമ്മൾ വികാരമാകും. അനേക ചിന്തകൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ജ്യൂസ് കട കണ്ടപ്പോൾ പല സാധനങ്ങൾ അതിൽ കണ്ടു. അതിൽ ക്യാരറ്റ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നു. എന്നാൽ ഒരു ക്യാരറ്റ് ജ്യൂസ് കുടിച്ചേക്കാം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായി. ക്യാരറ്റ് ജ്യൂസ് വേണോ, പൈനാപ്പിൾ വേണോ, മുന്തിരി വേണോ, ഇതൊക്കെ പല ചിന്തകൾ ഇതിനിടെ വന്നപ്പോൾ ക്യാരറ്റ് ആയിക്കോട്ടെ എന്നുള്ള ചിന്ത ശക്തമായി. അത് ആഗ്രഹമായി. എന്നാൽ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചേക്കാം, ആഗ്രഹമായി. ചിന്ത പോയിന്റൈസ് ചെയ്യാൻ തുടങ്ങി. ഇനി എനിക്ക് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചേ തീരൂ എന്നൊരവസ്ഥ ഇമോഷണലി നമുക്കുണ്ടായി. ഇതാണ് മനസ്സിൻ്റെ ഒരു പ്രക്രിയ. ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും
വികാരങ്ങളുടെയും സ്പന്ദന മണ്ഡലമാണ്. ഈ സ്പന്ദനം എന്ന് പറഞ്ഞാൽ ശ്വാസവും അതിന് പിന്നിലെ സൂക്ഷ്മശക്തിയായ പ്രാണനുമാണ്. ഓക്കെ, പ്രാണനാണ്. ചിന്തകളും ഒരു ശക്തിയാണ്. നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ചിന്തിച്ചാൽ, ഒരുപാട് സങ്കടപ്പെട്ടാൽ എന്തോ കുറേ എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. ഒരു എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. കുറേ നെഗറ്റീവ് ചിന്തിച്ച് ദുഃഖചിന്തകൾ വന്നാൽ, ക്രോധചിന്തകൾ വന്നാൽ, ഈ നെഗറ്റീവ് ചിന്തകൾ വന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് എനർജി പോകും. ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ, ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ ഒക്കെ ഈ എനർജി വ്യതിയാനങ്ങൾ സംഭവിക്കും. മറിച്ച് നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ സന്തോഷകരമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം അനുഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ് അല്ലേ? ദുഃഖം അനുഭവിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും നിങ്ങളുടെ മനസ്സിലാണ്. ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളുമാണ് അത് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ശക്തമാകുന്ന ചിന്തകൾ ശക്തമായി ആഗ്രഹങ്ങളാകുന്നു, ആഗ്രഹങ്ങൾ ശക്തമായി വികാരമാകുന്നു, വികാരം വൈകാരിക തലത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുക അല്ലേ? അപ്പോൾ പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കും, നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് കാര്യങ്ങൾ വരും. പോസിറ്റീവ് ചിന്ത പോസിറ്റീവ് ആഗ്രഹത്തിലേക്കും പോസിറ്റീവ് വൈകാരിക തലത്തിലേക്കും നമ്മൾ നയിക്കും. നെഗറ്റീവ് ചിന്ത നെഗറ്റീവ് ആഗ്രഹങ്ങളിലേക്കും നെഗറ്റീവ് വൈകാരിക തലത്തിലേക്കും വരും. സിഗരറ്റ് വലിക്കുന്ന ഒരാൾ സിഗരറ്റ് വലിയൊക്കെ നിർത്തി, പക്ഷെ പുള്ളി വഴിയിൽ കൂടി പോകുമ്പോൾ 5-6 പേരിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ തലച്ചോറിന് പണ്ടത് പരിചയമുണ്ട്. ഈ നിക്കോട്ടിൻ അഡിക്ഷൻ എന്ന് പറയും. ഒരുത്തൻ വലിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഒരുത്തൻ ലിക്കർ അടിക്കുന്നത് കണ്ടാൽ പണ്ടത്തെ ആ രസം നമ്മുടെ തലച്ചോറ് ആഗ്രഹിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും അത് ഈ പുകവലിക്കാരിലാണ് കൂടുതലും കണ്ടുവന്നിരിക്കും, മദ്യപാനികളിലും ഉണ്ടത്. അപ്പോൾ നമ്മൾ നിർത്തിയ ആളാണ് സിഗരറ്റ് വലിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടാകുന്നു. അതാ നോക്കുമ്പോൾ 3-4 പേര് കുത്തിയിരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ ആ ആഗ്രഹമായി സിഗരറ്റ് വലിക്കണം, ഇനി വലിച്ചേ തീരൂ. ഇത് കുറേ കൂടി തീവ്രമായി. സിഗരറ്റ് വലിക്കാതെ എനിക്ക് ഇനി അനങ്ങാൻ പറ്റില്ല ഇവിടെ നിന്ന്. വികാരമായി അയാൾ സിഗരറ്റ് വലിക്കും. ജീവിതത്തിൽ എനിക്ക് വിജയിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടാവുന്നു. വിജയിക്കണം ആ ചിന്ത തീവ്രമാകുമ്പോൾ അത് ആഗ്രഹമായി മാറി. എനിക്ക് വിജയിച്ചേ തീരൂ, അതല്ലാതെ ഞാൻ പിന്മാറില്ല. നമ്മൾ വൈകാരികമായി മാറി. വൈകാരിക തലത്തോടൊപ്പം പ്രവർത്തനവും വരും. നമ്മൾ അതിനെപ്പറ്റി പറയും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നൊക്കെ പറയുന്ന ചില ശക്തികളുണ്ട്. നമുക്ക് പറയാം. ഒരു ഇച്ഛ ഉണ്ടാകണം, ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ള ക്രിയ വേണം, അത് ശരിയായ വിധത്തിൽ ചെയ്യാനുള്ള ജ്ഞാനം, അറിവ് വേണം. ഇത് 3ഉം കൂടുമ്പോഴാണ് വിജയം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, ഇത് ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളുമാണ്. ഈ ചിന്തകളെ, ആഗ്രഹങ്ങളെ, വികാരങ്ങളെ പോസിറ്റീവ് ആക്കിയാൽ ജീവിതത്തിൽ പോസിറ്റീവ് സംഭവിക്കും. ചിന്തകളെ, ആഗ്രഹങ്ങളെ, വികാരങ്ങളെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിക്കും. നാം എന്ത് ചിന്തിക്കുന്നു നാം അതായിത്തീരുന്നു. ഇതാണ് ഒന്നാമത്തെ ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം. അപ്പം മാനിഫെസ്റ്റേഷനും ഇത് തന്നെയാണ്. മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് നമ്മൾ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ടൂൾ നമ്മളുടെ മനസ്സാണ്. ബോധ, ഉപബോധ, അവബോധ അല്ലെങ്കിൽ അബോധ, അതീത മനസ്സുകളുണ്ട് നമുക്ക്. ബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ്, അവബോധ അല്ലെങ്കിൽ അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ്, അതീത മനസ്സ് അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ചിന്തകളും ആഗ്രഹങ്ങളും വികാരവും ഒക്കെ സ്പന്ദിക്കുന്ന മണ്ഡലം മനുഷ്യ മനസ്സാണ്. അതിൽ ശരിയായ ലക്ഷ്യബോധത്തോടു കൂടി സൂക്ഷ്മമായ കാര്യങ്ങളെ ചിന്തിക്കുന്ന തലം, അത് നമ്മളുടെ ബൗദ്ധിക മണ്ഡലമാണ്. മനസ്സും ബുദ്ധിയും കൂടി ചേരുമ്പോഴാണ് അതിനെ ചിത്തം എന്ന് പറയുക. അപ്പം ചിത്തത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പം എന്താണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ പറഞ്ഞു? നമ്മുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവയെ മാനസികമായ ഏകാഗ്രതയിലൂടെയും പ്രവർത്തനത്തിലൂടെയും യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ടെക്നിക്കാണ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വ്യക്തത വേണം. ഈ പറയുന്ന പോലെ ഒരുപാട് ചിന്തകളുണ്ട്. എനിക്ക് കളക്ടറാവണം, എനിക്ക് ഡോക്ടറാവണം, എനിക്ക് IAS കാരനാവണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകാറുണ്ട്. ഇത് ചിന്തയായി തന്നെ പോകും. പക്ഷെ വ്യക്തത വേണം. എനിക്ക് കളക്ടറായേ തീരൂ, ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഡോക്ടറായേ തീരൂ, എനിക്ക് നല്ലൊരു ശരയോഗിയായേ തീരൂ, എനിക്ക് നല്ല ആകർഷണമുള്ളൊരു വ്യക്തിയായേ തീരൂ, എനിക്ക് നല്ലൊരു ഭാര്യയാവണം, നല്ലൊരു ഭർത്താവണം, നല്ലൊരു ബിസിനസ്സുകാരനാവണം. ഇതിന് വ്യക്തത വേണം. അതാണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ലക്ഷ്യബോധം വേണം ജീവിതത്തിൽ. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള കൃത്യമായ മാർഗങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ആ മാർഗങ്ങളിൽ വരാവുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, തടസ്സങ്ങളെ കണ്ടറിഞ്ഞ് അതിന് അതാത് സമയങ്ങളിൽ പരിഹരിക്കുന്നതിനുള്ള ആസൂത്രണം നമുക്ക് വേണം. സർവോപരി ഈശ്വരാനുഗ്രഹം വേണം. ലക്ഷ്യബോധം,
മാർഗം, ആസൂത്രണം, ഈശ്വരാനുഗ്രഹം. ഇത്രയുണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിലും വിജയിക്കും എന്നാണ് പറയുക. അപ്പോൾ ഒരു കാര്യം നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് വ്യക്തത വേണം. എന്താണ് വേണ്ടതെന്ന് കൃത്യമായി നമ്മൾ പറയണം, കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. വ്യക്തതയില്ലാതെ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പോയാൽ അത് പ്രയാസമാണ്, നടക്കില്ല. ഇനി ഒരു ലക്ഷ്യം നമ്മൾ നിശ്ചയിക്കുമ്പോൾ അത് വളരെ കൃത്യമായിരിക്കണം, പ്രായോഗികവുമായിരിക്കണം. മനസ്സിലായി? ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് ഓരോ വേർഡിന് പിന്നിലും അർത്ഥമുണ്ട്. എന്താണ്? നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ കൃത്യമായിരിക്കണം, പ്രായോഗികവുമായിരിക്കണം. പ്രായോഗികത എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് നല്ല ഒരു ശരയോഗിയായി മാറണം. ഓക്കെ, അതിലൂടെ ശാന്തി, സന്തോഷം, ഊർജ്ജസ്വലത, ആരോഗ്യം, ആനന്ദം എനിക്ക് ലഭിക്കണം. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. നമ്മൾ അറിയാതെ നിങ്ങളെ ഈ മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്. ശരയോഗത്തിൽ, പ്രാർത്ഥനയിലും അവസാനവും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സങ്കല്പ സാധന അല്ലെങ്കിൽ സങ്കല്പസൂത്രം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഈ നിമിഷത്തിൽ ജഗദീശ്വരൻ്റെ ഗുരുപരമ്പരകളുടെ പാദങ്ങളിൽ ശരയോഗ ധ്യാന പരിശീലനത്തിൻ്റെ ഫലങ്ങളെ സമർപ്പിക്കുന്നു. ശരയോഗത്തിലൂടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ ഊർജ്ജസ്വലതയും ആരോഗ്യവും ആനന്ദവും എന്നിലുണ്ടാവട്ടെ. ഇത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ വേർഡാണ്. കാരണം ഈ ഊർജ്ജസ്വലതയും ആരോഗ്യവും ആനന്ദവും ഉണ്ടെങ്കിൽ അടുത്ത കാര്യങ്ങൾ നടക്കും. അപ്പോൾ നല്ലൊരു ശരയോഗിയായി മാറണമെന്ന് വ്യക്തത നമുക്ക് വേണം. ഒരു പഠിതാവാണെങ്കിൽ ഞാനൊരു IAS പരീക്ഷ പാസ്സാകും എന്നുള്ളതിനെപ്പറ്റി വ്യക്തത വേണം. അതാണ് ഒന്ന്. എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിന് വ്യക്തത ഉണ്ടായിരിക്കണം, പ്രായോഗികവുമായിരിക്കണം. എനിക്ക് ഏതാനും ആഴ്ചകൾ കൊണ്ട് റിലയൻസ് പോലെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി ഞാൻ മാറും. പ്രായോഗികതയാണ് ഞാൻ പറയുന്നത്. ഒരാഴ്ച കൊണ്ട് റിലയൻസ് എന്നതുപോലെ വലിയൊരു സ്ഥാപനത്തിൻ്റെ വലിയൊരു ഓണറായി ഞാൻ മാറും. അങ്ങനെ എനിക്ക് ശതകോടിക്കണക്കിന് പൈസ ഉണ്ടാകും. ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് വരുമോ? ഇല്ല. നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു സാധാരണ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളായിരിക്കും. ആ ആൾ പ്രായോഗികതയില്ലാതെ ഒരാഴ്ച കൊണ്ട്, ഞാൻ പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് റിലയൻസ് പോലെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാകും എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനിൽ ഉപയോഗിച്ച വാക്കിന് കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. പക്ഷെ പ്രായോഗികമായി സാധ്യമാണോ? ചെറിയൊരു തൊഴിൽ ചെയ്യുന്ന ജീവിക്കുന്ന ഒരാളാണ്, അതും ഒരാഴ്ച കൊണ്ട് സാധ്യമല്ല. ഒരുപക്ഷെ കൃത്യമായ ലക്ഷ്യത്തോടെ, മാർഗത്തോടെ, ആസൂത്രണത്തോടെ, ഈശ്വര ഉപാസനയോടെ മുന്നോട്ട് പോയാൽ അയാൾ വിജയിക്കും. ഞാൻ ഈ റിലയൻസ് പറയാനൊരു കാരണമുണ്ട്. ധീരുഭായ് അംബാനി എന്ന് പറയുന്ന ഒരാൾ സാധാരണക്കാരനായിരുന്നു. ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ അദ്ദേഹം നിന്നിട്ടുണ്ട്. തുണിക്കടയിൽ സെയിൽസ്മാനായി നിന്നിട്ടുണ്ട്. സാധാരണ തൊഴിലുകൾ ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കും. അത് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നല്ല, അതിനുള്ള പ്രായോഗികമായ ഒരു സമയവും ലക്ഷ്യവും അദ്ദേഹം കൊടുത്തിരുന്നു. അതിനുവേണ്ടി പ്രായോഗികത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. IAS പരീക്ഷയ്ക്ക് ഞാൻ പാസ്സാകും, IAS നേടും എന്നൊരാൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ പഠിക്കുന്നില്ല. IAS പരീക്ഷ കിട്ടുമോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോട്ടറി അടിക്കണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ ലോട്ടറി എടുത്തിട്ടില്ല. IAS കാരനാകും എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ലക്ഷ്യം ഉണ്ട്, പക്ഷെ കൃത്യതയില്ല, പ്രായോഗികതയില്ല. അയാൾ IAS പരീക്ഷയ്ക്ക് വേണ്ടി കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടില്ല, പഠിക്കുന്നില്ല. വെറുതെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ ഇത് നിങ്ങളിലേക്ക് വരുമോ? ഇല്ല. യാഥാർത്ഥ്യം അതാണ്. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് കർമ്മലോകമാണ്. നമുക്കെല്ലാവർക്കും പൂർവജന്മ കർമ്മങ്ങളും ആ കർമ്മങ്ങളുടെ സ്വാധീനവുമുണ്ട്. സനാതനധർമ്മ കാഴ്ചപ്രകാരം, സങ്കല്പസൂത്ര കാഴ്ചപ്രകാരം നിങ്ങൾ ഈ ജീവിതത്തിൽ നന്മയോ തിന്മയോ ഗുണമോ ദോഷമോ രോഗമോ അനാരോഗ്യമോ ദാരിദ്ര്യമോ സമ്പന്നതയോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾക്ക് സ്വാധീനവുമുണ്ട്. കഴിഞ്ഞ ജന്മങ്ങളിൽ വിതച്ചതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കൊയ്യുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും നമ്മൾ പഴഞ്ചൊല്ലിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അനേക ജന്മങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ എത്തിയിരിക്കുന്ന ജന്മങ്ങളിൽ പഴയ കർമ്മത്തിൻ്റെ ബാലൻസ് ഉണ്ട്. അത് നല്ലതാണെങ്കിൽ ഇപ്പം നമ്മൾ ബാങ്കിൽ ഒരു 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, ഒരു പ്രത്യേക ഒരു സ്കീമിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. 20 വർഷം കഴിയുമ്പോൾ ഇത്ര രൂപ മാസം നിങ്ങൾക്ക് ഇൻകം കിട്ടത്തക്ക രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോരുന്നു. അപ്പോൾ 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് 20 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് മാസം പെൻഷൻ പോലെ ഒരു എമൗണ്ട് കിട്ടുന്നു. എന്നതുപോലെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത നല്ലതോ ചീത്തയോ ആയിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇത് ചിലപ്പോൾ സമ്മിശ്രമായിരിക്കാം. ഇത് കർമ്മനിയമം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കും.
അപ്പോൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വ്യക്തത, കൃത്യത ഉണ്ടാകണം, ലക്ഷ്യമുണ്ടാവണം, പ്രായോഗികവുമായിരിക്കണം. പ്രായോഗികമായ കാര്യങ്ങൾ നീക്കുകയും വേണം. കർമ്മലോകമാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് അത് വേണം. ഇപ്പോൾ ചില സൂക്ഷ്മലോകങ്ങളെ പറ്റി ഋഷീശ്വരന്മാർ പറയാറുണ്ട്. ഇപ്പോൾ സ്വർഗ്ഗലോകം, എന്താ സ്വർഗ്ഗലോകത്തിൻ്റെ പ്രത്യേകത? സങ്കല്പമാവട്ടെ, യാഥാർത്ഥ്യമാവട്ടെ, എന്തോ ആവട്ടെ, സ്വർഗ്ഗലോകത്ത് നാം എന്താണോ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ഇച്ഛാമാത്രയിൽ അത് ലഭിക്കും. ഒരു ഷാർജ ഷെയ്ക്ക് വരട്ടെ, ഒരു പൈനാപ്പിൾ ജ്യൂസ് വരട്ടെ എന്ന് നമ്മൾ സ്വർഗത്തിൽ പോയി ആഗ്രഹിച്ചാൽ സ്പോട്ടിലൊരു ഗ്ലാസ്സിൽ പൈനാപ്പിൾ ജ്യൂസ് വരും. എന്നാൽ ഈ ഭൂമി അങ്ങനെയല്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പൈനാപ്പിൾ ജ്യൂസ് വരട്ടെ എന്ന് ആഗ്രഹിച്ചാൽ പൈനാപ്പിൾ ജ്യൂസ് വരില്ല. എന്ത് ചെയ്യണം? പൈനാപ്പിൾ ജ്യൂസ് കിട്ടണമെങ്കിൽ കർമ്മലോകമാണ്, അത് വാങ്ങാനുള്ള പൈസ വേണം. പൈസയ്ക്ക് എന്ത് ചെയ്യണം? വെറുതെ ഇരുന്ന പൈസ വരുമോ? ഇല്ല. പ്രായോഗികമായി നിങ്ങളൊരു സ്ഥലത്ത് ജോലിക്ക് പോകണം. ആ ജോലിയിൽ നിന്ന് കർമ്മം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ധനം ഉപയോഗിച്ച് അത് ജ്യൂസ് കടയിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് സാധിക്കൂ? പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ സാധിക്കും. അല്ലാതെ വെറുതെ ഇരുന്ന് ആഗ്രഹിച്ചിട്ട്, പലരും മാനിഫെസ്റ്റേഷൻ എന്നും പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ വെറുതെ ഇരുന്ന് സങ്കല്പിച്ചോളൂ ഇത് വരും. എവിടെ നിന്ന് വരാൻ? പ്രായോഗികത കൂടിയില്ലാതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കുമെന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പഠിക്കാതെ ഞാൻ IAS പരീക്ഷ പാസ്സാകും എന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ വളരെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറും ഒരാഴ്ച കൊണ്ട് എന്ന് പ്രായോഗികതയില്ലാത്ത രീതിയിലും മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ലക്ഷ്യബോധം, കൃത്യത, ആസൂത്രണം, ഒപ്പം പ്രായോഗികതയും വേണം. കാരണം കർമ്മലോകമാണ് ഭൂമി എന്നുള്ളത് കൊണ്ട്, നമുക്ക് പൂർവ്വജന്മ കർമ്മങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട്. പൂർവ്വജന്മ കർമ്മങ്ങൾ എത്ര ദോഷകരമാണെങ്കിലും അതുകൊണ്ടാണ് ഉപാസന ചെയ്യണം എന്ന് പറയുന്നത്. ഈ അനേക ജന്മങ്ങളിലെ കർമ്മദോഷങ്ങൾ, പാപങ്ങൾ, അജ്ഞാനം, ഇതിൻ്റെ കറ നമ്മുടെ ഉള്ളിൽ ആസ്ട്രൽ ബോഡിയിലാണ് വരിക. നമ്മൾ ആദ്യ ക്ലാസ്സിലൊരു ഉദാഹരണം പറഞ്ഞില്ലേ, നല്ലൊരു പൈപ്പുണ്ട്, നമുക്ക് ജലം കിട്ടിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ പൈപ്പിന് അഴുക്കുകൾ പിടിച്ച് അടവ് വന്നു, ജലം കിട്ടില്ല, വെള്ളം കിട്ടില്ല. വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്ലംബറെ വിളിച്ച് കറക്റ്റ് ചെയ്ത് ജലം കിട്ടും. എന്നതുപോലെ നമ്മൾ ഇടാപിങ്ങള സുഷുമ്ന നാഡികൾ, ഇടശരം, വലശരം, മധ്യശരം, അപ്പം ഇതൊക്കെ അനേക ജന്മങ്ങളിലെ പാപങ്ങളുടെ, അജ്ഞാനങ്ങളുടെ, കർമ്മദോഷങ്ങളുടെ, അന്നൊന്നും ഉപാസന ചെയ്യാത്തതിൻ്റെ, തെറ്റുകളുടെയൊക്കെ ഫലമായി അതിൻ്റെ കറകൾ, അതിൻ്റെ അഴുക്കുകൾ വന്ന് പിടിച്ചിരിക്കുകയാണ്. അത് അടഞ്ഞിരിക്കുകയാണ് ഈ ട്യൂബുകൾ, ഇടാപിങ്ങള സുഷുമ്ന. അതുകൊണ്ട് അതിലൂടെ ഒഴുകേണ്ട ജലം, പ്രാണൻ ഒഴുകുന്നില്ല. ആ അടവിനെ മാറ്റാനായിട്ടാണ് നമ്മൾ ശരയോഗത്തിലെ പല ടെക്നിക്സുകൾ ഉപയോഗിക്കുക. ഇടയും പിങ്കളയും ആക്ടിവേറ്റ് ചെയ്യണം. അതിന് ഹഠയോഗ ക്രിയകൾ നമ്മൾ ചെയ്യും. അതാണ് പ്രാണോർജ ക്രിയകൾ, പ്രാണോർജ ശരവേഗ ക്രിയകൾ, പ്രാണോർജ വിന്യാസ ക്രിയകൾ, ശരവിനിമയ ക്രിയകൾ, അതുപോലെ തന്നെ ശരശക്തി പ്രാണായാമ ക്രിയകൾ, ശരശക്തി കുംഭക ക്രിയകൾ. പിന്നെ എന്നിട്ടാണ് നമ്മൾ സങ്കല്പം ചെയ്യുക. അല്ലെ, ഞാൻ ആരോഗ്യവാൻ, ശ്വാസം കയറുന്നു, ശ്വാസം ഇറങ്ങുന്നു. ആദ്യം സങ്കല്പം ചെയ്യും. രണ്ടാം സ്റ്റേജിൽ ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആനന്ദവാനാണ്. കാരണം ഈ ആദ്യം ആരോഗ്യവും ആനന്ദവും വന്നാലേ മനസ്സ് ശാന്തമായാലേ ബാക്കി മാനിഫെസ്റ്റേഷൻ, ബാക്കി എല്ലാം നടക്കും. അതുകൊണ്ടാണ് ബേസിക് ലെവൽ 2 ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ ആനന്ദവതിയാണ് ഇത് പറയുക. നിങ്ങളുടെ മനസ്സ് ശാന്തമായാൽ എന്തിലേക്കും ഏകാഗ്രമാക്കാൻ കഴിയൂ. നിങ്ങൾക്ക് ശരീരം ഊർജ്ജസ്വലമായാൽ, ആരോഗ്യകരമായാൽ, അല്ല, ശരീരം ആദ്യം ഗലുധർമ്മ സാധനം. ആരോഗ്യകരമായൊരു ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ളൊരു മനസ്സുണ്ടാവും. മനസ്സും ശരീരവും ബോധവും ഇതൊക്കെ പരസ്പരം കണക്റ്റഡാണ്. ശരീര, മനോ, ബൗദ്ധിക, ആത്മീയ തലം, ഇതാണ് ഒരു മനുഷ്യൻ. അപ്പോൾ ഈ പ്രായോഗികതയോടുകൂടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ റിയലാണ്. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് സാക്ഷാത്കരിക്കേണ്ടത്, അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കുണ്ടാകണം, വ്യക്തതയുണ്ടാകണം, ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ അറിയണം. ഓക്കെ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള ആസൂത്രണവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷന് പൂർണ്ണത ഉണ്ടാവും. പിന്നെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകം നടന്നു കഴിഞ്ഞു എന്നാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നടക്കും എന്നല്ല, നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നം സംഭവിക്കും. ഇപ്പോൾ ഒരാൾ പണ്ടൊരു സ്ഥലത്ത് ഇതേപോലെ പഠിച്ച് പുള്ളി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, എൻ്റെ നടുവേദന മാറുന്നു, എൻ്റെ നടുവേദന മാറി, എൻ്റെ നടുവേദന മാറി, എൻ്റെ നടുവേദന മാറി. ഇത് പുള്ളി ഒരു മെത്തേഡുണ്ട്, എഴുതുന്നൊരു മെത്തേഡുണ്ട്. അങ്ങനെ രാവിലെ പുള്ളി 10 പ്രാവശ്യം എഴുതി, ഉച്ചയ്ക്ക് 20 പ്രാവശ്യം എഴുതി, വൈകുന്നേരം 30 പ്രാവശ്യം എഴുതി. അപ്പോൾ അത് പഠിപ്പിച്ച ട്രെയിനർ പറഞ്ഞു, ഇത് 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടുവേദന മാറും എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് നടുവേദന മാറിയില്ല, നടുവേദന കൂടി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കില്ലേ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ കുഴപ്പമാണോ, ഈ ലോ തെറ്റാണോ? അല്ല. അതായത് നിങ്ങളുടെ ശരീരം
ഇതുവരെ അനുഭവിച്ച ഒരു വേദനയാണ് നടുവേദന എന്നുള്ളത്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് തലത്തിലുണ്ട് വേദന എന്നുള്ളത്. അപ്പോൾ വീണ്ടും നിങ്ങൾ പറയാണ് നടുവേദന മാറി. ഇപ്പം ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് ക്യാച്ച് ചെയ്യുന്നതെന്ന് അറിയാമോ? നടുവേദന, അത് നമ്മൾ ബോൾഡ് ചെയ്യുക. നടുവേദനയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്യുന്നത്, മാറി എന്നുള്ളത് ക്യാച്ച് ചെയ്യില്ല. കാരണം അത് അനുഭവങ്ങളിലൂടെ ഈ നടുവേദനയുടെ അനുഭവങ്ങളും അതിൻ്റെ ദുഃഖങ്ങളും ഉള്ളിലുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ നെഗറ്റീവായ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പറയരുത് നടുവേദന മാറി എന്നല്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് അവിടെ പറയേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ നട്ടെല്ല് പൂർണ്ണമായും ആരോഗ്യവത്തായിരിക്കുന്നു, പൂർണ്ണ ഊർജ്ജസ്വലമായിരിക്കുന്നു, ആരോഗ്യകരമായിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ നടുവേദന കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ സുഖമായിട്ട് ഇരിക്കുന്നതൊക്കെ ആയിട്ട് വിഷ്വലൈസ് ചെയ്യണം. അത് അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞു എന്ന് വിഷ്വലൈസ് ചെയ്യലാണ്. അപ്പം നമ്മൾ വിചാരിക്കും അതൊരു വ്യർത്ഥമായൊരു കാര്യമല്ലേ? ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാവുക. മനസ്സിലായോ? ആ ഒരു വിഷ്വലൈസേഷൻ കൂടി മാനിഫെസ്റ്റേഷനൊപ്പം വേണം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ, സാക്ഷാത്കരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ലക്ഷ്യബോധം വേണം, കൃത്യമായ മാർഗം വേണം, പ്രായോഗികത വേണം. ഇതാണ് ബേസിക്കലി വേണ്ടത്. രണ്ട്, നമ്മൾ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നടന്നതായിട്ട് സങ്കല്പിക്കണം. പൂർണ്ണ ആരോഗ്യകരമായ നട്ടെല്ലിൻ്റെ ശരീരത്തെയാണ് നമ്മൾ കാണേണ്ടത്. വേദന, അസുഖം തുടങ്ങിയ വേർഡുകൾ നമ്മളവിടെ ഉപയോഗിക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ പറയാറുണ്ട് മാനിഫെസ്റ്റേഷൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ശാന്തി, സന്തോഷം, ഊർജ്ജസ്വലത ഇതൊക്കെ അനുഭവിക്കലാണ്. അപ്പോൾ കേവലം ചിന്തകൾ കൊണ്ട് മാത്രം കാര്യമില്ല. ആ ലക്ഷ്യം നമ്മൾ നേടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം, ഇത് നമുക്ക് ആ ലെവലിൽ അനുഭവിക്കാൻ കഴിയണം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇത് കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. മാനിഫെസ്റ്റേഷൻ ഒറ്റ ഒരു ഇതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ അത് പഠിക്കാൻ പറ്റൂ. അതാണ് ഞാൻ ഈ ഒരു ഓഡിയോയിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കേവലം ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പ്രായോഗികത വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇനി അങ്ങനെ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അനുഭവിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി IAS പരീക്ഷ എഴുതാൻ പോവാണ്. അവൾ IAS അക്കാദമിയിൽ ചേർന്നു, കോച്ചിങ് എന്നും എടുക്കുന്നുണ്ട്, നിത്യവും 10 മണിക്കൂർ പഠിക്കുന്നുണ്ട്. അവൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, ഞാൻ IAS കാരിയായിരിക്കുന്നു. അപ്പോൾ പ്രവൃത്തിയുണ്ട്, പ്രവൃത്തി ഓൾറെഡി ചെയ്തു, പ്രായോഗികത ഓൾറെഡി ചെയ്തു, ലക്ഷ്യബോധമുണ്ട്. ഒപ്പം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവളെ ധ്യാനിക്കുമ്പോൾ എന്താ അറിയുന്നത്? മാനിഫെസ്റ്റേഷൻ ഒരു ധ്യാനം കൂടിയാണ്. സങ്കല്പ മഹാസൂത്ര സാധന എന്നറിയപ്പെടുന്ന ഒരു ടെക്നിക്കാണിത്. അവൾ IAS കാരിയായി, എല്ലാവരും ഓഫീസിലിരിക്കുന്നു, ഫയലുകൾ നോക്കുന്നു, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അപ്പോൾ IAS കാരിയായപ്പോൾ ഉള്ള ആ ഒരു ബഹുമാനം, സമൂഹം നൽകുന്ന അംഗീകാരം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ വന്ന് അഭിനന്ദിക്കുന്നു. ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അത് വൈകാരിക തലമായിട്ട് മാറണം, ഇമോഷണലി ആയി മാറണം. അതാണ് ധ്യാനിക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഈ ധ്യാനം ചെയ്യാൻ. അക്കാദമിയിൽ ചേരണം, നിത്യം പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ലക്ഷ്യബോധം വേണം, ഒപ്പം പ്രായോഗികതയും വേണം. എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നടക്കും. നിങ്ങൾ ഒരു വലിയൊരു ബിസിനസ്സുകാരനാകാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിസ്സാരമായ സംഗതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, പാല് വിൽക്കുന്ന ഒരാളുണ്ട്. പുള്ളി ഒരു ചെറിയ പശുവിൽ നിന്ന് അച്ഛൻ പാരമ്പര്യമായിട്ട് അദ്ദേഹം കൊടുത്തൊരു പശുവിൽ നിന്ന് അദ്ദേഹം ആരംഭിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് പശു വളർത്തുകയും പാല് വിൽക്കുകയും ചെയ്യും. അവർ 1-2 പശുക്കളൊക്കെയാണ് വളർത്തുന്നത്. ഇതെനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഡയറി ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പം ഞാൻ അതിനൊരു ലക്ഷ്യം വയ്ക്കുകയാണ്. വളരെ പ്രായോഗികതയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, 1 വർഷത്തിനുള്ളിൽ ഞാൻ ഈ ഡയറി ഡെവലപ്പ് ചെയ്യും. ഞാൻ 50 പശുക്കളെ, 2 പശുക്കളിൽ നിന്ന് 50 പശുക്കളെ കൊണ്ടുവരും. ആ പശുക്കളെ നോക്കുന്നതിനുള്ള ലേബേഴ്സ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇപ്പോൾ തന്നെ മിൽമാപാലിന് വില കൂടിയ കഥ നമുക്കറിയാം അല്ലേ? ഈയിടയ്ക്ക് വില കൂട്ടിയിരുന്നു. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് വരുമാനമുണ്ടാക്കും. ഇത് അദ്ദേഹം കേവലം പറയുക മാത്രമല്ല ചെയ്തത്, അതിനു വേണ്ടി പ്രായോഗികമായി പശുക്കളെ കൂടുതൽ വാങ്ങാൻ അദ്ദേഹം ഒരു ലോൺ വയ്ക്കുന്നു, ലോൺ അദ്ദേഹത്തിന് കിട്ടുന്നു. അതൊക്കെ എല്ലാം വിഷ്വലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ദൈവവിശ്വാസിയാണ്, ചോറ്റാനിക്കര അമ്മയുടെ ഭക്തൻ കൂടിയാണ്.
അപ്പോൾ അമ്മ, പുള്ളി മാനിഫെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി അമ്മയാണ്. അതാണ് ദൈവവിശ്വാസത്തിൻ്റെ പ്രത്യേകത. ഈശ്വരൻ എനിക്കിത് തരും, ചോറ്റാനിക്കര അമ്മ എനിക്കിത് തരും, ചക്കുളത്തുകാവിൽ അമ്മ എനിക്കിത് തരും, അല്ലെങ്കിൽ നമ്മൾ ഏത് മതവിശ്വാസിയാണോ ആ ദൈവം നമുക്കിത് തരുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, വൈകാരികമായ അർപ്പണത്തോടൊപ്പമുള്ള വിശ്വാസവും ഇതിന് വേണം. അതിനാണ് നമ്മൾ ദൈവവിശ്വാസം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മോക്ഷം മാത്രമല്ലല്ലോ, കടം മാറ്റണം, രോഗം മാറ്റണം, വിവാഹം നടക്കണം, പിള്ളേരുണ്ടാവണം, ഇല്ലേ, കുടുംബസമാധാനം ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാറില്ല. പ്രാർത്ഥന നടന്നതായിട്ട് കാണണം എന്നാണ് പറയാം. നമ്മൾ അടുത്ത ഇതിൽ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഒരു വർഷം ലക്ഷ്യമിട്ടു. അതിന് പ്രായോഗികമായി അദ്ദേഹം എന്ത് ചെയ്യാമെന്നുള്ളതിന് പുള്ളി ബാങ്കുമായിട്ട് ഇത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഈട് നൽകിക്കൊണ്ട്, 3-4 ഏക്കർ ഭൂമിയുള്ള ആളാണ്, ഈട് നൽകിക്കൊണ്ട് അദ്ദേഹം ലോൺ എടുത്തു. നല്ല പശുക്കളെ അദ്ദേഹം തേടി കണ്ടുപിടിച്ചു, പാലുള്ള പശുക്കളെ തേടി കണ്ടുപിടിച്ചു. അങ്ങനെ 50 പശുക്കളെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം കൊണ്ടുവന്നു. അതിനെ നോക്കുന്നതിനുള്ള സംഗതികൾ ഉണ്ടാക്കി. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാല് മിൽമ സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം തൻ്റെ ലക്ഷ്യം നേടി. ഞാനിത് എനിക്ക് അറിയാവുന്ന ഒരു ദേവീഭക്തനായ ഒരാളുടെ കാര്യം പറയണം. അവിടെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഊർജം, ശക്തി ചോറ്റാനിക്കര അമ്മയായിട്ടാണ് അദ്ദേഹം എടുത്തത്. അമ്മ എല്ലാം സാധിച്ചു തരുമെന്ന് വിശ്വാസത്തോടൊപ്പം തന്നെ പ്രായോഗികമായ കാര്യങ്ങൾ നീക്കുകയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാത്രി എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ ഫാം സ്വപ്നം കാണുമായിരുന്നു. അതേപോലെ അദ്ദേഹം മനസ്സിൽ ഡിസൈൻ ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫാം വന്നത്. മാത്രമല്ല, അതിൽ നിന്ന് അദ്ദേഹം ഗോബർ ഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി. അദ്ദേഹത്തിന് 4-5 ഏക്കർ ഭൂമിയുണ്ടല്ലോ, അവിടെ കൃഷി തുടങ്ങി, ജൈവ പച്ചക്കറി കൃഷി തുടങ്ങി. അങ്ങനെ മനോഹരമാക്കി മാറ്റി. ഇത് ഞാൻ പറഞ്ഞ കേവലം ഒരു നാട്ടുമ്പുറത്തെ സാധാരണക്കാരനായ ഒരു ഭക്തൻ്റെ വിശ്വാസം, അയാളുടെ മാനിഫെസ്റ്റേഷൻ, പ്രാർത്ഥനയ്ക്കൊപ്പം മാനിഫെസ്റ്റേഷൻ, സാക്ഷാത്കാര മെത്തേഡുകൾ അദ്ദേഹം ചെയ്തത് കൊണ്ടിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഇത് നമുക്കും സാധിക്കും. IAS കാരനാകാനോ, ഡോക്ടർ ആവാനോ, നല്ല ബിസിനസ്സുകാരനാവാനോ. ഇനിയിപ്പോൾ നിങ്ങൾ നേരിടുന്ന വിവിധ രോഗങ്ങൾ, പല രോഗങ്ങളും സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ്, സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നാണ് പറയുക. അതായത് മനസ്സിൻ്റെ വ്യാധി കൂടി, നെഗറ്റീവ് ചിന്തകൾ, ടെൻഷൻ കൂടി ശരീരം വ്യാധിയാവുക. ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, മുട്ടുവേദന മാറി, നടുവേദന മാറി എന്ന് 100 പ്രാവശ്യം എഴുതിയിട്ട് കാര്യമില്ല. അതേവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡ് വേദന ക്യാച്ച് ചെയ്യും, വേദന കൂട്ടാനാണ് സാധ്യത. പൂർണ്ണ ആരോഗ്യമായിരിക്കുന്നു, കാലുകൾ പൂർണ്ണ ആരോഗ്യമായിരിക്കുന്നു, നടുവ് പൂർണ്ണ ആരോഗ്യമായിരിക്കുന്നു, മുട്ട് പൂർണ്ണമായും ആരോഗ്യവത്തായിരിക്കുന്നു. ആ മുട്ടിലൂടെ ഇതുവരെ നടക്കാൻ പറ്റാത്ത, വേദന കൊണ്ടൊരു സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ ആ സ്റ്റെപ്പുകൾ ഓടിക്കയറുന്നു, അങ്ങനെ മുകളിലെത്തുന്നു, സന്തോഷകരമായിരിക്കുന്നു. ഇങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ചിന്തിക്കുകയല്ല, കൃത്യമായ ലക്ഷ്യബോധവും അതിലേക്ക് അടുക്കുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള വഴികളും, ഒപ്പം ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ധ്യാനം, സങ്കല്പം, മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും വേണം. എന്നിട്ട് നമ്മൾ പൂർണ്ണമായും അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കണം. ഞാൻ പറഞ്ഞ ആൾ ചോറ്റാനിക്കരമ്മയുടെ വലിയൊരു ഭക്തനാണ്. അമ്മ നടത്തിത്തരും. എന്നോട് പലപ്പോഴും കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അമ്മ നടത്തിത്തരും, കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട്, ബാങ്ക് ലോൺ കിട്ടി, സന്തോഷമാണ്. കാരണം പെട്ടെന്നായിരുന്നു കേട്ടോ. ബാങ്ക് ലോൺ കിട്ടി. ആ സമയത്ത് അദ്ദേഹത്തിന് ഉത്തരേന്ത്യയുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ നിന്ന് വിവിധ ഇനം, നമ്മളിപ്പോൾ ഈ പൂഞ്ഞിയൊക്കെയുള്ള പശുക്കളില്ലേ, നമ്മൾ ഇന്ന് കാണുന്ന പശുക്കളൊക്കെ സങ്കര ഇനമാണ്. അതിൻ്റെ പാലിന് വലിയ ഔഷധ ഗുണമൊന്നുമില്ല പലതിനും. പൂഞ്ഞിയുള്ള ഒരു മുഴ പോലെയൊക്കെയുള്ള പശുക്കൾ, വെച്ചൂർ പശു പോലെയുള്ള പശുക്കളൊക്കെ അദ്ദേഹം കൊണ്ടുവന്ന് നല്ല പാല്, ഗുണമേന്മയുള്ള ഒരു ഫസ്റ്റ് ക്വാളിറ്റി പാലെന്നൊക്കെ നമുക്ക് പറയാവുന്ന അദ്ദേഹം ഉണ്ടാക്കി. അത് വാങ്ങാൻ തന്നെ ഒരുപാട് പേര്. അദ്ദേഹം ഇവിടെ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എറണാകുളത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ഒരു ആദ്യം ഡയറിയിലാണ് കൊടുത്തത്, മിൽമയിലാണ് കൊടുത്തത്. പിന്നെ അദ്ദേഹം വേറൊരു രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആലോചിച്ച് അദ്ദേഹം എറണാകുളത്തെ ഫ്ലാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലാറ്റുകളിൽ അതിരാവിലെ തന്നെ പാലെത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ അദ്ദേഹത്തിന് കിട്ടി. ലോകത്തിൽ വിജയിച്ച എല്ലാ മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്നവരാണ്. ലോകത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റേഷൻ നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അത് ശരിയായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിനെ ചുരുക്കാം. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ വികാരങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇത് നടക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പ്രായോഗികമായ പ്രവർത്തനമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു. ലക്ഷ്യബോധം ജീവിതത്തിൽ പുലർത്തുന്നതിനൊപ്പം തന്നെ, കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗവും നമ്മൾ കണ്ടെത്തുകയും അതിൽ നിത്യവും പരിശീലനം ചെയ്യുകയും വേണം. ഉദാഹരണം നമ്മൾ പറഞ്ഞു, IAS കാരനാകണം എന്ന് കേവലം കണ്ണടച്ചിരുന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിനൊരു അക്കാദമിയിൽ ചേർന്ന് പുസ്തകങ്ങൾ വായിച്ച് നിത്യവും 10 മണിക്കൂർ പഠിച്ച്
ശേഷം അതായത് ലക്ഷ്യബോധമുണ്ട്, IAS. പ്രായോഗികതയുണ്ട്, ഒരു അക്കാദമിയിൽ ചേർന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കും. കണ്ണടച്ച് എന്നും പഠിച്ചു കഴിഞ്ഞ് 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് IAS കാരനായത് ഒരു മെത്തേഡ് ചെയ്തിട്ടാണത് ചെയ്യേണ്ടത്. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്നു, നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, ഊർജ്ജം അത് വൈകാരികമായി അനുഭവിക്കുകയും വേണം. അപ്പോൾ അത് നാം എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് പ്രപഞ്ചം നമുക്ക് തരും. നാം എന്ത് ചിന്തിക്കുന്നു നാം അതായിത്തീരും. ഇത് നിത്യവും ചെയ്യുമ്പോൾ പ്രായോഗികതയ്ക്കൊപ്പം ലക്ഷ്യം കണ്ടെത്തി പ്രായോഗികതയ്ക്കൊപ്പം മാനിഫെസ്റ്റേഷൻ കൂടി ചെയ്യുമ്പോൾ അത് നടക്കും വേഗത്തിൽ. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഇതിനൊന്ന് മനസ്സിലാക്കിയിട്ട് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ പ്രായോഗിക തലം എന്ന് പറയുന്നത്. ഇനി ഒരുപാട് മെത്തേഡുകൾ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാവില്ല. ചിന്തകൾ ഏകീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് എന്തെങ്കിലും ടെക്നിക്ക്, യോഗയോ തന്ത്രയോ ശരയോഗമോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്ത് നമ്മുടെ ഉള്ളിലെ പ്രാണിക് എനർജിയെ ആക്ടിവേറ്റ് ചെയ്യണം. എല്ലാം ഊർജ്ജമാണല്ലോ. നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരു സെല്ലിനെ എടുത്ത് നമ്മൾ വിഘടിപ്പിച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കി പോയാൽ ആറ്റം അതങ്ങനെ പോയി ഒരു ഊർജ്ജമാകുന്നതായിട്ട് കാണാൻ പറ്റും. ഊർജ്ജത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി പ്രാണനാണ്. ചിന്തകളും ഊർജ്ജമാണെന്ന് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ചിന്തിച്ചാൽ നല്ല എനർജി ഫീൽ ചെയ്യും, നെഗറ്റീവ് ചിന്തിച്ചാൽ എന്തോ എനർജിയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ മനസ്സാണ്. അത് ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളും സ്പന്ദിക്കുന്ന മണ്ഡലമാണ് മനസ്സ്. ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളും കേന്ദ്രീകൃതമായാൽ, ഒരു പോയിന്റിലേക്ക് വെച്ചാൽ അത് നടക്കും. അപ്പോൾ ഇതിന് ചില മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് വെറുതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. മനസ്സ് ഏകാഗ്രമാക്കണം, നമ്മുടെ ഉള്ളിലെ പ്രാണശക്തിയെ വികസിപ്പിക്കണം. എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ വേഗത്തിൽ നടക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ശരയോഗത്തിൽ ചെയ്യുന്ന ലാസ്റ്റ് പറയുന്ന ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ ഊർജ്ജസ്വലതയും ആരോഗ്യവും ആനന്ദവും ആ ഒരു മാനിഫെസ്റ്റേഷൻ ചിന്തയാണ്, ടെക്നിക്കിൻ്റെ ഭാഗമാണ്. ഇനി ചില മെത്തേഡുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് വളരെ പ്രശസ്തമായൊരു മെത്തേഡാണ് 369 എന്ന മെത്തേഡ്. 369 369 മെത്തേഡ് എന്നറിയപ്പെടും. ദ 369 മെത്തേഡ്. ഇത് നിക്കോള ടെസ്ല എന്ന് പറയുന്ന ഒരാളുടെ സിദ്ധാന്തത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഉണ്ടായത്. പല ക്ലാസ്സുകളിലും മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ഒക്കെ വലിയ ഫീസിന് പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണിത്. വലിയ ഫീസാണ്, ഒരു ദിവസത്തെ ക്ലാസ്സാണ്. ഇങ്ങനെ 3-4 ടെക്നിക്ക് പഠിപ്പിക്കും. 10,000 രൂപയൊക്കെ ഫീസ് വാങ്ങിക്കാറുണ്ട്. പക്ഷെ അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിപ്പിച്ചൊക്കെ വിടും, ഈ ഊർജ്ജം കേന്ദ്രീകരിക്കുന്നതിനുള്ള ഇത്തരം ടെക്നിക്കുകൾ, ശരയോഗം പോലെയുള്ള മെത്തേഡുകൾ പഠിപ്പിക്കില്ല. അപ്പോൾ ചിന്നിച്ചു തെറി കിടക്കുന്ന ചിന്തകൾ കൊണ്ട്, മനസ്സുകൾ കൊണ്ട്, ഏകീകരിക്കപ്പെടാത്ത പ്രാണോർജ്ജം കൊണ്ട് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലോയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്ത് മനസ്സ് ഏകാഗ്രമാക്കി ശാന്തമാക്കി ശക്തമാക്കി ഊർജ്ജസ്വലമാക്കി പ്രാണനെ ഉള്ളിൽ നിറച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് വേഗത്തിൽ നടക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് 369 എന്ന മെത്തേഡ്? നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ശരയോഗമൊക്കെ ചെയ്യുന്നവർ ശരയോഗമൊക്കെ ചെയ്തിട്ട് അഫർമേഷൻ ചെയ്യും. അതായത് നമ്മൾ ആദ്യം ഒരു ബുക്ക് എടുത്ത് വയ്ക്കുക, ഒരു ബുക്ക്. അതിൽ നിങ്ങളുടെ ലക്ഷ്യം എഴുതുക. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം? ഞാൻ ലോകം അറിയുന്ന ഒരു ശരയോഗിയായി തീരും, അല്ലെങ്കിൽ ഞാൻ അതിസമ്പന്നനായി തീരും, ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി തീരും. ഇത് ഒരു 3 തവണ എഴുതണം. അതാണ് 3. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ശരയോഗം ചെയ്യുന്നവരാ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അത് വെള്ള പേപ്പറിൽ കറുത്ത പേന കൊണ്ട് എഴുതണം. അതൊക്കെ എന്താണെന്ന് പിന്നീട് പറയാം. വെള്ള പേപ്പറിൽ കറുത്ത പേന കൊണ്ട് നമുക്കിത് എഴുതാനൊരു ബുക്ക് വേണം. 3 പ്രാവശ്യം എഴുതണം. ഉച്ചയ്ക്ക് ഒരു 6 പ്രാവശ്യം എഴുതണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ വലിയ ഒരു സമ്പന്നനായി മാറുന്നു, ഞാൻ വലിയൊരു സമ്പന്നനായി മാറുന്നു എന്നുള്ളതല്ല, അത് സംഭവിച്ചതായിട്ടാണ് എഴുതുന്നത്. ഞാൻ വലിയൊരു സമ്പന്നനായി മാറിയിരിക്കുന്നു. രാവിലെ എഴുതി, എന്നിട്ട് രാവിലെ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ അറിയപ്പെടുന്ന ഒരു IAS കാരനായി മാറിയിരിക്കുന്നു. എന്നിട്ട് പഠിക്കാൻ പോകണം. ഞാൻ അറിയപ്പെടുന്ന വിജയിച്ചൊരു ബിസിനസ്സുകാരനായിട്ട് മാറിയിരിക്കുന്നു. എന്തെങ്കിലും ബിസിനസ് കണ്ടെത്തി അത് ചെയ്യണം. ഉച്ചയ്ക്കിത് ഒരു 6 പ്രാവശ്യം എഴുതണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് 9 തവണ എഴുതണം. അതാണ് രാവിലെ 3 തവണ ലക്ഷ്യം എഴുതി വയ്ക്കും, ഉച്ചയ്ക്ക് 6 തവണ ബുക്കിലത് എഴുതി വയ്ക്കും, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 9 തവണ എഴുതി വയ്ക്കും. എഴുതുമ്പോൾ ആ ലക്ഷ്യം ഇതിനകം നടന്നു കഴിഞ്ഞു, പ്രസൻ്റായിട്ട് അനുഭവിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ചിന്തയും ആഗ്രഹവും വികാരവും നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഞാൻ എൻ്റെ ലക്ഷ്യം കൈവരിച്ചതിൽ
ഞാൻ സന്തോഷവാനാണ് എന്ന് നമുക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം. നമുക്കിത് വെറുതെയാണെന്ന് തോന്നും, പക്ഷെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, ഇതിനൊക്കെ വലിയ പവറുണ്ട്. നിങ്ങൾ ശരയോഗം കൂടി ചെയ്യുമ്പോൾ വേഗത്തിൽ ഇത് സംഭവിക്കും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു IAS പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ IAS പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞു, ഞാൻ IAS പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞു, ഞാൻ IAS പരീക്ഷ വിജയിച്ചു കഴിഞ്ഞു. എഴുതുമ്പോൾ അക്ഷരങ്ങൾ വെളുത്ത താളിൽ കറുത്ത അക്ഷരങ്ങളായി ജനിക്കുന്നത് കാണണം. പറഞ്ഞെഴുതണം, ഞാൻ IAS പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞു. 3 പ്രാവശ്യം എഴുതും. എന്നിട്ട് ആ വിജയിച്ചതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യും. ഉച്ചയ്ക്കൊരു 6 പ്രാവശ്യം എഴുതും, വിജയിച്ചതായിട്ട് വിഷ്വലൈസ് ചെയ്യും. രാത്രിയിൽ ഒരു 9 തവണ എഴുതും, വിജയിച്ചതായിട്ട് വിഷ്വലൈസ് ചെയ്യും. അതിൻ്റെ സന്തോഷ ആനന്ദം അനുഭവിക്കും. ഇതാണ് ഒരു മെത്തേഡ്. 369 എന്ന മെത്തേഡ്. നമ്മൾ ഒരുപാട് മെത്തേഡുകൾ ഇതിൽ പരിചയപ്പെടും. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. ഇതൊന്ന്. 2, വിഷ്വലൈസേഷൻ മെത്തേഡുകളുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ 369 എന്ന മെത്തേഡാണ്. അടുത്തത് വിഷ്വലൈസേഷൻ മെത്തേഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൾ അടച്ച് ശാന്തമായിട്ടിരിക്കുക. നമ്മളുടെ ലക്ഷ്യം IAS പരീക്ഷ, ഞാൻ IAS ആണ് ഇപ്പോൾ എടുക്കുന്നത്, അതാണ് ഉദാഹരണമായിട്ട് എടുക്കുക. അപ്പം നമ്മളുടെ ലക്ഷ്യം പൂർത്തിയായ ഒരു രംഗം മനസ്സിൽ കാണുക. അതായത് IASകാരനായി ഓഫീസിലിരിക്കുന്ന ആ ഒരു രംഗം. അവിടെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമുക്ക് ചുറ്റും മറ്റാൾക്കാരൊക്കെ നിൽക്കുന്നു. അതിൻ്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു. ആ ഓഫീസ് റൂമിനെ നമ്മൾ മനസ്സിൽ കാണുന്നു. അവിടുത്തെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിൽ പറഞ്ഞില്ല, അവിടുത്തെ കാഴ്ച, അവിടുത്തെ കേൾവി, അവിടുത്തെ ഗന്ധം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. പേന എടുക്കുന്ന അനുഭവം നമ്മൾ അറിയുന്നു. നമ്മൾ ആ ബുക്കിലൊക്കെ ഒപ്പിടുന്ന അനുഭവം നമ്മൾ കാണുക. അതായത് അത് ഇമോഷണലി നമുക്ക് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ നടക്കുക. കാരണം നമ്മുടെ ഓരോ ചിന്തയും ഈ പ്രപഞ്ചം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ ആഗ്രഹവും പ്രപഞ്ചം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ ഇമോഷനും പ്രപഞ്ചം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു റെക്കോർഡിംഗ് സിസ്റ്റമാണ് ഈ പ്രപഞ്ചം. അപ്പം നാം എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത്, നിരന്തരമായി കൊടുക്കുന്നത്, അതൊരു ഊർജ്ജമായി മാറും. അത് നമ്മളിലേക്ക് പ്രപഞ്ചം തിരിച്ചു തരും. 10% അങ്ങോട്ട് കൊടുത്താൽ 100% ഇങ്ങോട്ട് തരുന്നതാണ് പ്രപഞ്ച സിസ്റ്റം. പക്ഷേ അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പ്രോഗ്രാമിംഗ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പോൾ വിഷ്വലൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പ്രത്യേകിച്ചും ശരയോഗം പോലെയുള്ള മെത്തേഡുകൾ കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് ലാസ്റ്റ് സമർപ്പണം കഴിഞ്ഞിട്ട് കണ്ണടച്ചിരുന്ന് എന്താണ് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യം നടന്നതായിട്ട് കാണുക. ഞാനീ ആദ്യം പറഞ്ഞ ലക്ഷ്യവും പ്രായോഗികതയും ഒക്കെ ചെയ്തിട്ട് വേണം ഈ കാണാൻ. വെറുതെ കണ്ണടച്ചിരുന്ന IASകാരിയാകുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അക്കാദമിയിൽ ചേർന്ന് പുസ്തകങ്ങൾ വായിച്ച് ഡെയിലി പഠിക്കുന്നതിനൊപ്പം ഡെയിലി ഈ മെത്തേഡ് കൂടി ചെയ്താൽ നമ്മളുടെ ഊർജ്ജം വികസിക്കും. ബിസിനസ്സിൽ വിജയിക്കുന്ന ആളാവണം. ബിസിനസ്സിനെ പറ്റി പ്രായോഗികമായ വീക്ഷണം വേണം. മാർക്കറ്റ് എന്താണെന്ന് പഠിക്കണം. നമ്മളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് പഠിക്കണം. അതിനൊക്കെ എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ബിസിനസ് മേഖല, ഓരോ മേഖലയിലും വിജയിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ലോസ് ഉണ്ട്, ചില നിയമങ്ങളുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക്, ബിസിനസ്സുകാർക്ക്, നമ്മളെ കുടുംബജീവിതത്തിൽ ഓരോന്നിലും ചില ലോസ് നമ്മൾ പഠിക്കാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്: ലക്ഷ്യബോധം, മാർഗം, ആസൂത്രണം, ദൈവവിശ്വാസം. ഇതോടൊപ്പം മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കൂടി ചെയ്യണം. അപ്പോൾ IASകാരിയായിട്ടിരിക്കുന്ന ആ വികാരത്തെ, അവിടെയുള്ള ആ ഒരു കാഴ്ചയെ, ആ കേൾവിയെ, മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിനെ ഒക്കെ നമ്മൾ കാണുക. ഇതൊരു രീതിയാണ്. ഇത് 2ാമത്തെ മെത്തേഡ്. അപ്പോൾ 369 എന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു, വിഷ്വലൈസേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു. ഇന്നൊരു മെത്തേഡ് കൂടി പഠിക്കാം. സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്നാണ് പറയുക. നമുക്ക് ഡയറി എഴുതുന്ന ശീലം നിങ്ങൾ തീർച്ചയായിട്ടും വേണം. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതുന്ന ഒരാളാണ്. ഡെയിലി എഴുതും. 20 മിനിറ്റ് ഞാൻ എഴുതും. ഏറ്റവും കൂടുതൽ ഞാൻ എഴുതുന്നത് ഞാൻ വായിച്ച പുസ്തകങ്ങളാണ്. പൂമ്പാറ്റ വായിക്കുന്ന കാലഘട്ടം മുതൽ, ബാലരമ വായിക്കുന്ന കാലഘട്ടം മുതൽ എഴുതുന്ന ശീലം എനിക്കുണ്ട്. എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ ഏതാണ്ട് 90% പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഈയിടയിലാണ് പുസ്തകങ്ങളുടെ വായന കുറഞ്ഞത്, തിരക്കുകൾ മൂലം. അതല്ല, ബഹുഭൂരിപക്ഷം പുതുതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങളും വായിക്കുന്ന ഒരു ശീലമുണ്ട്. കേവലം വായിക്കുക മാത്രമല്ല, എൻ്റെ കയ്യിലുള്ള ബുക്കുകളിൽ ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്യും. പ്രധാന പോയിന്റുകൾ. ഒരു ബുക്ക് വായിച്ചാൽ, ഇപ്പോൾ ദ ആൽക്കമിസ്റ്റ് ലോകപ്രശസ്തമായ ഗ്രന്ഥമാണ്, അത് വായിച്ച് ഞാൻ പണ്ടേ വായിച്ചാണ്. അതിൻ്റെ പോയിന്റ്സ് ഉണ്ട്. ദ സീക്രട്ട്, രഹസ്യം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കുന്നതാണ്. ദ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പ്രധാന പോയിന്റുകൾ എഴുതും. ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും മറ്റ് സമയത്തും ഒക്കെ ജസ്റ്റ് അതിന് മുമ്പൊക്കെ ഒന്ന് വായിക്കും. അല്ലെങ്കിൽ ഞാൻ പ്രത്യേക രീതിയിൽ എൻ്റെ ബ്രെയിനിൽ ഞാനതിനെ 1 by 1 ആയിട്ട് അടുക്കി വയ്ക്കും. കോട്ട് ചെയ്യും. പിന്നിങ് എന്ന് പറയും. നമ്മളതൊക്കെ പഠിക്കും. പിൻ ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഡേ ടു ഡേ നമ്മുടെ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എഴുതി വയ്ക്കുക. ഇവിടെ നമുക്ക് നമ്മളുടെ ഭാവി ജീവിതം അതിനെപ്പറ്റി നമ്മൾ എഴുതുക. അതായത് നമ്മൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് എഴുതേണ്ടത്. ഇന്ന് ഞാൻ IAS കാരിയായി എൻ്റെ ഓഫീസിലെത്തി. ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി എന്നെ സല്യൂട്ട് ചെയ്തു, അല്ലേ? എൻ്റെ അസിസ്റ്റൻ്റ് വന്നു, ഫയലുകളുമായിട്ട് വന്നു, ഞാനതിൽ ഒപ്പിട്ടു. അങ്ങനെ നമ്മൾ അതിൽ നിന്നുണ്ടാകുന്ന നമ്മളെല്ലാം സുഖം, സന്തോഷം ആഗ്രഹിക്കുന്നവരാണല്ലേ. IAS പരീക്ഷയ്ക്ക് പോകുന്നതും ജോലി കിട്ടുന്നതും സിനിമയ്ക്ക് പോകുന്നതും എല്ലാം സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ സന്തോഷത്തെ നമ്മൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അത് കണ്ടെഴുതി വയ്ക്കുക. നിങ്ങളൊരു IAS കാരി ആയിരിക്കുന്നതിനെ എഴുതി വയ്ക്കുക. സ്ക്രിപ്റ്റിംഗ് എന്നാണ് അത് അറിയപ്പെടുക. ഡയറിയിൽ ഇത് എഴുതി വയ്ക്കുക. എഴുതിയിട്ടത് നമ്മളൊന്ന് വായിക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സിലത് കാണുക. AIV മെത്തേഡ് എന്ന് പറയും. അഫിർമേഷൻ, ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ എന്നൊരു മെത്തേഡാണ് ഈ സ്ക്രിപ്റ്റിങ്ങിൽ ഉപയോഗിക്കുക. AIV മെത്തേഡ്. ഒന്നത് എഴുതി വയ്ക്കുക, അത് പറയുക. നമ്മൾ ആ ഓഫീസിൽ ഇരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുക, അതൊരു ഇമേജാണ്. 3, അതിൻ്റെ വിഷ്വൽ ഇമേജും ഓഡിയോയും നമ്മൾ ചിത്രവും ചലച്ചിത്രവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അല്ലേ? ചലിക്കുന്നതാണ് ചലച്ചിത്രം എന്ന് പറയും. ഇമേജസ് ഉണ്ട്. ആ IAS കാരിയായിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നു, അത് ചിത്രമായി നമ്മൾ കാണും. അല്പസമയം ആ ചിത്രത്തെ നോക്കും, പുഞ്ചിരിക്കുന്നു നമ്മളെ. പിന്നെ ആ വീഡിയോയാണ് അടുത്ത് കാണുക. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അതിനെ വിഷ്വലൈസ് ചെയ്യും. അഫർമേഷൻ, ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡാണ്. ഓക്കെ, ഇതിനെ സ്ക്രിപ്റ്റിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതൊന്ന് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ പറ്റി പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ വിശാലമായിട്ട്, വിശദമായിട്ട്, ആഴത്തിൽ പല മെത്തേഡുകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് 369 മെത്തേഡ് പറഞ്ഞു, അല്ലേ? 369 മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് വിഷ്വലൈസേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് കണക്ട് ചെയ്ത് സ്ക്രിപ്റ്റിംഗ്, അഫർമേഷൻ, എഴുതുന്നു, വായിക്കുന്നു, ഇമാജിനേഷൻ, ഇമാജിൻ ചെയ്യുന്നു, ആ ചിത്രം കാണുന്നു, വിഷ്വലൈസേഷൻ, അത് വീഡിയോ ആയി നമ്മൾ കാണുന്ന മെത്തേഡും. ജസ്റ്റ് നിങ്ങളൊന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇതൊന്ന് ഇൻട്രൊഡക്ഷനായിട്ട്, ശരയോഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എന്താണ് നമ്മൾ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ എന്നും അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചും അതിലുപയോഗിക്കുന്ന ചില മെത്തേഡുകളെ പറ്റിയും ജസ്റ്റ് ഒന്ന് ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. വിശദമായി, പ്രായോഗികമായി ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പുറകെ പഠിക്കാം. നമസ്തേ. ഓം നമഃ ശിവായ.